നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് നമ്മുടെ തൊട്ടരികിൽ. ഓ, ദിവസങ്ങളൊക്കെ പറന്നു പോയത്. 2 ദിവസത്തിനപ്പുറം വേൾഡ് കപ്പിന് പന്തുരുളും. ഈ വേൾഡ് കപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ വരുന്ന സൂപ്പർ താരങ്ങളെ നമ്മൾ നോക്കുകയാണ്. 10 സൂപ്പർ താരങ്ങൾ. വേൾഡ് കപ്പിൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട 10 താരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ നേരത്തെ റാഫ് ടോക്സിൽ ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർ താരങ്ങൾ മാത്രമല്ല, ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിൽ അത്ഭുതകരമായ പ്രകടനങ്ങൾ നടത്തിയേക്കാവുന്ന താരങ്ങളുടെ ലിസ്റ്റാണ്. അതിൽ നമ്മൾ സൂപ്പർ താരങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഹാലൻഡ്, യമാൽ തുടങ്ങിയവർക്ക് ഒഴിവാക്കിയിരുന്നു. ഇത് നമ്മൾ നോക്കുന്നത് സൂപ്പർ താരങ്ങളുടെ ലിസ്റ്റാണ്. വേൾഡ് കപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ വരുന്ന 10 സൂപ്പർ താരങ്ങൾ. ഇതുവരെ വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല അവർ, പക്ഷേ ഓൾറെഡി അവർ ഫുട്ബോൾ ലോകത്ത് വലിയ പേരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ 10ാമത് നിന്ന് തുടങ്ങുകയാണ്. 10ാമത് യാൻ ഡയമൻഡെ, ഐവറി കോസ്റ്റിൻ്റെ താരം. ഇത്തവണ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. ആളിപ്പോൾ ഉള്ളത് RB ലീപ്സിഗിലാണ്. പക്ഷേ അറിയാലോ, ലിവർപൂൾ താരത്തിന് വേണ്ടിയിട്ട് ശക്തമായി രംഗത്തുണ്ട്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ PSG അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട്. 9ാമത് ആർദാ ഗ്യൂളർ. പറയണ്ട, വിശേഷിപ്പിക്കണ്ട, ഓൾറെഡി നിങ്ങൾക്കറിയാവുന്നയാളാണ്. റയൽ മാഡ്രിഡിൻ്റെ തുർക്കിയെ സൂപ്പർ താരം ആർദാ ഗ്യൂളർ ഈ കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും കൊണ്ടുപോയത് ഇതേ ആർദാ ഗ്യൂളറാണ്. 21 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു പക്ഷേ വേൾഡ് കപ്പിൽ അവൻ പൊളിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യവും സാധ്യതയുമുണ്ട്. അവൻ്റെ പ്രതിഭ എല്ലാവർക്കും അറിയാം. അടുത്തത് 8ാം സ്ഥാനത്ത് ഫ്ലോറിയൻ ബലാഗുനാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വലിയ പ്രതീക്ഷ അവനിലുണ്ട്. നിലവിലെ കോഹോസ്റ്റുകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നേക്കറിയാലോ. സോ 2 ഫീറ്റ് കൊണ്ടും ഷൂട്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു താരം, അദ്ദേഹത്തിൻ്റെ പേസ് കൊണ്ട് എതിരാളികളെ മറികടക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു സ്ട്രൈക്കർ, അതുപോലെ തന്നെ 1-on-1 സിറ്റുവേഷനുകളിൽ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളവന്. സോ ഇപ്പോൾ വേൾഡ് കപ്പിൽ അവൻ മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിൽ ആതിഥേയർ കാത്തിരിക്കുന്നു. അടുത്തയാൾ നോക്കണം, നിക്കോ പാസാണ്. നിക്കോ പാസ്. ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ മെസ്സിക്ക് ശേഷം അർജൻറ്റീന ഭരിക്കാൻ അവൻ വരുന്നു, നിക്കോ പാസ്. മെസ്സിക്ക് ശേഷം നിക്കോ എന്നൊക്കെ പറഞ്ഞ് പടച്ചു വിടുന്നുണ്ട്. അത്രയൊക്കെ പറയാനായോന്ന് എനിക്കുറപ്പില്ല. മെസ്സിക്ക് ശേഷം അർജൻറ്റീന ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയോന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഞാൻ എന്തായാലും ഒരു ഓവർ ഹൈപ്പ് കൊടുക്കുന്നില്ല, ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവൻ ടാലൻറ്റഡ് ആണ്. അവൻ്റേതായ രൂപത്തിൽ അവനക്ക് അവസരങ്ങൾ ലഭിച്ചാൽ തീർച്ചയായിട്ടും മായാജാലം കാണിക്കാൻ അവനെ കൊണ്ട് പറ്റും. കോമോക്ക് വേണ്ടി അവൻ നടത്തിയിട്ടുള്ള മിന്നും പ്രകടനങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മുക്തനായിട്ട് അവൻ വരുന്നു. വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ 10 ആയിട്ട് അവന് കളിക്കാൻ പറ്റും, സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും പഴയ അർജൻറ്റീന താരം പാബ്ലോ പാസിൻ്റെ മകൻ നിക്കോ പാസ് ഈ വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കിയേക്കും. അവൻ്റെ അരങ്ങേറ്റമാണ് വേൾഡ് കപ്പിൽ. ജാവോ നവസ്, പോർച്ചുഗലിൻ്റെ PSG താരം അല്ലേ, എന്തൊരു പ്രകടനമാണ് അവനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ ടീമുകൾ വേറെയും താരത്തിനായിട്ട് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇറങ്ങിയേക്കുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ ജാവോ നവസിനും വേൾഡ് കപ്പിൽ അരങ്ങേറ്റമാണ്. എന്ത് തരം പെർഫോമൻസ് അദ്ദേഹം നടത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അദ്ദേഹത്തിൻ്റെ പോർച്ചുഗൽ ടീംമേറ്റ്സ് വിറ്റീഞ്ഞ, ന്യൂനോ മെൻഡസ്, ഗോൺസാലോ റാമോസ് ഇങ്ങനെയുള്ളവർക്കൊപ്പം ഇപ്പോൾ UCL അടിച്ചിട്ട് വരുന്ന വരവാണ്. അത് വേൾഡ് കപ്പിലും അതുപോലെ തന്നെ തുടരുമോ കാത്തിരുന്ന് കാണാം. അടുത്ത താരം മൈക്കൽ ഒലീസയാണ്. റയൽ മാഡ്രിഡൊക്കെ ഇപ്പോൾ താരത്തിന് പിന്നാലെയാണ്. ബയേണിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരം വേൾഡ് കപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു. 24-കാരനായിട്ടുള്ള താരം ഈ വേൾഡ് കപ്പിൽ അവൻ്റെ ഒരു മികവിൽ ഫ്രാൻസ് കുറിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോൾ 25 ഗോളുകൾ, 28 അസിസ്റ്റുകൾ ഒക്കെ ആയിട്ട് ഈ സീസണിൽ മികവ് കാണിച്ചിട്ടുണ്ട് ഒലീസെ. ഏതായാലും വേൾഡ് കപ്പിലേക്ക് അവൻ്റെ അരങ്ങേറ്റമാണ്. അടുത്തത് കൊളംബിയയുടെ താരം ലൂയിസ് ഡയസ് ആണ്. ലൂയിസ് ഡയസ് ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയതിന് ശേഷം എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അലിയൻസ് അരീനയെ പ്രകമ്പനം കൊള്ളിച്ച അതേ ലൂയിസ് ഡയസ് വേൾഡ് കപ്പിൽ നോർത്ത് അമേരിക്കയിലെ ഓരോ ഗ്രൗണ്ടിനെയും പ്രകമ്പനം കൊള്ളിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.
വേൾഡ് കപ്പിൽ പോർച്ചുഗലൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പിലാണ് അവരുള്ളത്. ലൂയിസ് ഡയസിൻ്റെ ഗോളടി മികവിൽ വലിയ പ്രതീക്ഷ കൊളംബിയക്കുണ്ട്. വേൾഡ് കപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ വേണ്ടി എത്തുന്ന മറ്റൊരു സൂപ്പർ താരമാണ് ഫ്ലോറിയൻ വേർട്സ്. യെസ്, ജർമ്മനിയുടെ ഫ്ലോറിയൻ വേർട്സ്. ഒരു പക്ഷേ കഴിഞ്ഞ സമ്മറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈനിങ് ഫ്ലോറിയൻ വേർട്സ് ആയിരുന്നു. ലിവർപൂളിലേക്ക് അദ്ദേഹം എത്തിയത് 116 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനായിരുന്നു. എന്നാൽ പ്രീമിയർ ലീഗിൽ അത്ര മികച്ചൊരു ഡെബ്യൂ സീസൺ ആയിരുന്നോ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റും. 2022 വേൾഡ് കപ്പിൻ്റെ സമയത്ത് ACL ഇഞ്ചുറി പറ്റി അദ്ദേഹത്തിന് വേൾഡ് കപ്പ് മിസ്സായതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പിലെ അരങ്ങേറ്റമാണ്. പൊളിച്ചെടുക്കും. ജർമ്മനി കഴിഞ്ഞ 2 വേൾഡ് കപ്പുകൾ നമുക്കറിയാലോ, അവർക്ക് ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ മടങ്ങിപ്പോകേണ്ട അവസ്ഥയായിരുന്നു. ഇത്തവണ അതിൽ നിന്ന് മാറ്റമുണ്ടാകും. അതിന് ഫ്ലോറിയൻ വേർട്സിൻ്റെ മികവ് അവർക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനം ഫ്ലോറിയൻ വേർട്സ്. 2-ാം സ്ഥാനം ആരാ? ലാമിനെ യമാലാണ്. അതെ, അവന് 18 വയസ്സിന് താഴെയാണ് പ്രായം എന്ന കാര്യം മറക്കണ്ട. ഇപ്പോഴും അവൻ ചെറിയ പ്രായത്തിലാണ്. പക്ഷേ അവൻ്റെ കരിയറിൻ്റെ ഗ്രോത്ത് ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് വളരെ വലിയതായിപ്പോയി. ഫുട്ബോൾ ലോകത്തെ എണ്ണം പറഞ്ഞ താരങ്ങളിൽ ഒരാളായിട്ട് അവൻ ഓൾറെഡി ഫുട്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു തുടർച്ച വേൾഡ് കപ്പിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. സോ ലാമിനെ യമാലിൻ്റെ വേൾഡ് കപ്പ് അരങ്ങേറ്റമാണ്. അരങ്ങേറ്റത്ത് തന്നെ പയ്യൻ വേൾഡ് കപ്പ് തൂക്കുമോ എന്ന് തന്നെ അറിയേണ്ടത്. 2 യമാലാണ് ഈ സൂപ്പർ താരങ്ങളുടെ ലിസ്റ്റിലെങ്കിൽ ഈ ലിസ്റ്റിൽ നമ്മൾ 1-ാമത് കൊടുക്കുന്നത് ഏർലിംഗ് ഹാലൻഡാണ്. ഏർലിംഗ് ഹാലൻഡ് എന്ന ഗോളടി മെഷീൻ വേൾഡ് കപ്പിലെത്തുന്നുണ്ട്. 1998 ശേഷം ആദ്യമായിട്ടാണ് നോർവേ വേൾഡ് കപ്പിന് വരുന്നത്. ഈ വേൾഡ് കപ്പിൽ ഏർലിംഗ് ഹാലൻഡിൻ്റെ മായാജാലത്തിൽ തന്നെയാണ് അവർക്ക് പ്രതീക്ഷ. പിന്നെ മികച്ച താരങ്ങളുണ്ട്. ഓഡേഗാർഡിനെ പോലെയുള്ള, സോർലോത്തിനെ പോലെയുള്ള മികച്ച താരങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ റെക്കോർഡ് നിങ്ങൾ നോക്കണേ. വേൾഡ് കപ്പ് അവിടെ നിൽക്കട്ടെ, അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏർലിംഗ് ഹാലൻഡിൻ്റെ ഗോളടിയുടെ കണക്ക് നിങ്ങൾക്കറിയാം. 49 കളി 55 ഗോള്. വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവൻ എത്ര ഗോൾ അടിച്ചു കൂട്ടും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഫ്രാൻസ് എന്തായാലും അവൻ്റെ ടീമിനെ ഭയക്കുന്നുണ്ടാവും. ഇറാഖിനെ പോലെയൊക്കെ ടീമുകൾ മുന്നിലുണ്ട്. എത്ര ഗോൾ അവൻ അടിക്കും? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സോ നമ്പർ 1 വേൾഡ് കപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്ന സൂപ്പർ താരം നമ്പർ 1 അത് ഏർലിംഗ് ഹാലൻഡാണ്. ഏതായാലും നിങ്ങൾ ഈ സൂപ്പർ താരങ്ങളിൽ ആരുടെ കളി കാണാനാണ് കാത്തിരിക്കുന്നത്? നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും ചർച്ചകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം.